ഹായ് ഹലോ ഹൗ ആർ യു? ഇന്നത്തെ ദിവസം ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഒരുപാട് യങ്ങായിരിക്കുന്ന ആൾക്കാർ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ പല ബുദ്ധിമുട്ടുകളെ ഇങ്ങനെ കേൾക്കാറുണ്ട്. നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററുകളൊക്കെ ഒരുപാട് പേര് തെറാപ്പിക്ക് വേണ്ടി വരുന്നവർ കൂടുതലും യങ്സ്റ്റേഴ്സാണ്. നമ്മൾ ഇപ്പോൾ ഡേറ്റയൊക്കെ എടുക്കുമ്പോഴും കൂടുതൽ ഒരു ഏജ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സാണ് സ്ട്രെസ്സ് അനുഭവിക്കുന്നവർ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എന്താണ് ഈ യങ്സ്റ്റേഴ്സിന് കുഴപ്പം, എന്തൊക്കെയാണ് അവർക്കുള്ളത്, അവർക്ക് പൈസയ്ക്ക് വല്ല കുറവുണ്ടോ, സൗകര്യങ്ങൾക്ക് വല്ല കുറവുണ്ടോ, ഇവർക്ക് എന്തിൻ്റെ കുറവുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് ചിലപ്പോൾ മുതിർന്നവർ, പേരൻസ് അല്ലെങ്കിൽ എൽഡേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, യങ്സ്റ്റേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ്. എന്താണെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് അവരുടെ ഒരു ഏജിൽ ഏറ്റവും കൂടുതൽ പല തരത്തിലുള്ള ടെൻഷൻസ്, പല തരത്തിലുള്ള സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ ചിന്തയിൽ, ഇമോഷൻസിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് പ്രോപ്പറായ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സ് പെർഫോം ചെയ്യുന്ന കാണാം. പക്ഷേ ഒരുപാട് പേർക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രേഞ്ചറോട് പോലും സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. അവർ ചിലപ്പം പൊട്ടിത്തെറിക്കുമായിരിക്കും, ദേഷ്യപ്പെടുമായിരിക്കും. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് വലിയ സംഭവമാണ്, പക്ഷേ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. ഓക്കെ, അവരോട് പോയി നമ്മളൊന്ന് ഹായ് പറഞ്ഞപ്പോൾ ഒന്ന് പറയുമ്പോൾ തന്നെ തിരിച്ച് പറയാൻ തന്നെ അവർക്ക് ടെൻഷനാണ്. ഇങ്ങനെ വല്ലാതെ സോഷ്യൽ ആങ്സൈറ്റി, പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാർ തന്നെ എത്രയോ കുറവാണെന്നറിയോ. പല യങ്സ്റ്റേഴ്സിനും ആവശ്യത്തിന് കൂട്ടുകാരില്ല. അത് നമുക്ക് വളരെ അടുത്തറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് അവർക്ക് ഈ സെൽഫ് എസ്റ്റീമും അതിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഒരു റിയലൈസേഷൻ ഓഫ് അവർ കേപ്പബിലിറ്റീസ്. അതായത് നമ്മുടെ കഴിവുകളെപ്പറ്റി, നമ്മളെപ്പറ്റി പോസിറ്റീവായ നല്ല ഒരു ഇമേജ് നമ്മളിലുണ്ടോ, നമുക്കതിനെപ്പറ്റി ധാരണയുണ്ടോ എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പക്ഷേ യങ്സ്റ്റേഴ്സ് ഇത് പലരിലും അത് മിസ്സിങ് ആണ്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സാണ് അവരെപ്പറ്റി തന്നെ. അതുകൊണ്ട് ഒന്നിലൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല. ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് എന്തിലൊക്കെ ഒന്ന് പെർഫോം ചെയ്യാൻ തീരെ കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഒരുപാട് യങ്സ്റ്റേഴ്സ് വിഷമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതുപോലെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വല്ലാത്ത തരത്തിലുള്ള ചില ആങ്സൈറ്റികളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചിന്തകൾ, ഇങ്ങനെ വല്ലാതെ ആങ്ഷ്യസ് ആയി പോകുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർക്ക് ജീവിതത്തിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇമോഷണലി ക്രൈസിസ് ഉള്ളൊരു ടൈമാണെന്ന് തോന്നുന്നു. ഒരു 20 വയസ്സ് മുതൽ ഒരു 23-25 വയസ്സൊക്കെ ഉള്ള ടൈം വരെ. കാരണം നമ്മളിലെ ഞാൻ എന്ന ആളിങ്ങനെ ഡെവലപ്പായി വരുന്ന, പേഴ്സണാലിറ്റിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്ത് വരുന്ന സമയം. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഉത്കണ്ഠ കൊണ്ട്, വല്ലാത്ത ടെൻഷൻ കൊണ്ട്, ലോ ഫീലിംഗ് കൊണ്ട്, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇമോഷൻസ്, ഇതുകൊണ്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന യങ്സ്റ്റേഴ്സിനെയാണ് നമുക്ക് പൊതുവെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഒരു 20 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാതെ ഭയങ്കര ടെൻഷനുള്ള സമയമാണ്. ഉദാഹരണമായിട്ട് എനിക്കൊരു ആരോടും വർത്തമാനം പറയാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സിനോട് ഒട്ടും. ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. വല്ലാത്ത സ്റ്റാമറിങ് ആയിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ടും എൻ്റെ സ്റ്റാമറിങ് ആയിരുന്നു ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിന്നിരുന്നൊരു പ്രശ്നം. അതിലെനിക്ക് കാരണം മെയിനായിട്ടും എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ആയിരുന്നു. ഞാൻ കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞ് ഈ ലോകമൊക്കെ ആയിട്ട് കൂടുതൽ കണക്ഷൻ വന്ന് പുതിയ കുറേ ഈ കുറേ അനുഭവങ്ങളൊക്കെയായി അപ്പോഴാണ് എൻ്റെ ആങ്സൈറ്റിലൊക്കെ കുറയാൻ തുടങ്ങിയത്. ഞാൻ കുറേ സെൽഫ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച പ്രൊഫസേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ സെൽഫ് എസ്റ്റീം ഒന്ന് സെറ്റായി. സെൽഫ് എസ്റ്റീം സെറ്റായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആങ്സൈറ്റി കുറേയൊക്കെ മാറി തുടങ്ങിയത്. പിന്നെ ഞാൻ കുറേ സെൽഫായിട്ട് കുറേ തെറപ്പീസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്തവരുണ്ട് അങ്ങനെ. പക്ഷേ എൻ്റെ ജീവിതം ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ചെറുപ്പത്തിൽ ആങ്സൈറ്റി. ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴും അന്നത്തെ കഴിഞ്ഞ് ഞാനിപ്പം എൻ്റെ തലമുറ കഴിഞ്ഞ് കുറച്ചും കൂടെ അടുത്ത ഒരു തലമുറയിലാണ് പുതിയ യങ്സ്റ്റേഴ്സ് വരുന്നത്. അവരൊക്കെയായിട്ട് സംസാരിക്കുമ്പം വല്ലാതെ വിഷമിക്കുന്നവർ, ടെൻഷനുള്ളവരൊക്കെ ഒത്തിരി പേരാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത്
നമ്മളിങ്ങനെ ആങ്ഷ്യസ് ആയി നടക്കുമ്പം എപ്പോഴും വേഴ്സ്റ്റ് സെനാരിയോസാണ് നമ്മളിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു തെറപ്പി എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് എടുക്കാൻ അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ തന്നെ അതിൻ്റെ വേഴ്സ്റ്റ് സെനാരിയോ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഉദാഹരണമായി ഞാനൊരു സൈക്കോളജിസ്റ്റ് പോയി സംസാരിച്ചു, ആരാണ് ഈ സൈക്കോളജിസ്റ്റ്, അവരിനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും, അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ല കൊളാവോ, ഇങ്ങനെയൊക്കെയുള്ള ഈ ആങ്സൈറ്റി ഉള്ളവർ സഹായം എടുക്കാൻ തന്നെ വല്ലാതെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ഇങ്ങനെ വേഴ്സ്റ്റ് സെനാരിയോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലപ്പോഴും സഹായം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മളൊന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യങ് ടൈം നല്ല അടിപൊളിയാക്കാൻ പറ്റും, കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആക്കാൻ പറ്റും. നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കുക എന്നതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആണെങ്കിൽ ഒന്നിനും നമ്മളെ ഫെയിലാക്കാൻ പറ്റില്ല. അതിന് നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. അത് നാളെ പറ്റണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു കുറച്ച് മാസങ്ങളോ ചുരുങ്ങിയത് ഒരു 3 മാസമെങ്കിലും വേണം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്താൽ. ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം, പക്ഷേ ഒരു വർഷം എടുത്തോ ഏതാനും മാസങ്ങളെടുത്തോ നമ്മൾ സെറ്റാകുന്നതല്ലേ ഇങ്ങനെ ഈ ടെൻഷൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് പോകുന്നതിനെ കഴിഞ്ഞ് നല്ലത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സൈക്കോളജിസ്റ്റുകളൊക്കെ എത്രയോ പേരാണെന്നറിയോ നമ്മുടെ കേരളത്തിലുള്ളത്. അവരെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ കുറേ സെൽഫ് ഹെൽപ്പ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല കുറേ വിഷ്വലൈസേഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഏതായാലും നമ്മുടെ മൈൻഡ് നമുക്ക് സ്ട്രോങ് ആക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ മെൻ്റലി നമ്മൾ സ്ട്രോങ് അല്ലെങ്കിലോ ഭയങ്കര പാടാണ്. എല്ലാത്തിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, ടെൻഷനായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് മൈൻഡ് സ്ട്രോങ് ആക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മളിന്ന് വരണം. ഓക്കെ.